എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്നത്തെ വീഡിയോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോയാണ്. അത് നമ്മുടെ ചാനലിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ മെസ്സേജിലും വന്ന ഒരു വീഡിയോയാണ് കേട്ടോ. വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ. ഇതിപ്പോ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ കുറെ റോസ് ചട്ടിക്കകത്ത് കിളുത്ത് നിൽക്കുന്നതാണ്. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, ഓൺലൈൻ പ്ലാന്റ് എങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാം, അത് പിടിച്ചു കിട്ടുമോ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ? അതിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇത് കേട്ടോ. അന്ന് ആ വെച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം കിളുത്ത് ഇത്രയായി. ഒത്തിരി പേര് ചോദിച്ചു അപ്ഡേഷൻ പറയണേ കാണിക്കണേന്നൊക്കെ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇത് ഒരു പ്ലാന്റ് നിങ്ങളൊന്ന് പോട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഇത് സക്സസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ചെയ്യുക. ഞാൻ ചെയ്തെന്നും പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഒരെണ്ണം ചെയ്ത് നോക്കുക. അത് സക്സസ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തതും ഇതേ മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടുത്തെ ഒരെണ്ണത്തിന് ഒരു മൊട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ അറിയാലോ, ഒന്നോ രണ്ടോ പ്ലാന്റ് എപ്പോഴും നമ്മുടെ ഇത് നാശമായി പോകും, പിടിക്കണമെന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ മേടിക്കുന്ന എല്ലാം പിടിക്കണം എന്നുള്ളത്. ഇതൊക്കെ പിടിക്കണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇത് പക്ഷേ കിളിപ്പ് വന്നിട്ടുണ്ട്. ഒരു സൈഡിലൊരു കിളിപ്പുണ്ട്. അപ്പൊ ഞാൻ വെച്ച പ്ലാന്റുകളെല്ലാം എനിക്ക് പിടിച്ചു കിട്ടി. ഞാനും ഇതായിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് പിടിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അന്ന് വെച്ച കൂട്ടത്തിൽ വെച്ചതാണ്. ചെറിയ ഓരോ പൊടിപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. ബാക്കി ഒരു 2 കമ്പ് ഉണങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് എല്ലാം 100% സക്സസ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലാന്റിൽ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ അടുത്ത പ്ലാന്റും ഇതേ രീതി ഫോളോ ചെയ്യുക. ഇതെല്ലാം ഞാൻ ആ രീതിയിൽ ഇവിടെ നമുക്ക് ഇത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതുമൊക്കെ കിളുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒക്കെ അപ്ഡേഷൻ ഇട്ട് തരാം കേട്ടോ. ഇപ്പൊ നമുക്കറിയില്ല ഇത്രയും പ്ലാന്റുകൾ വെച്ചാൽ ഏതൊക്കെയാണ് നമുക്ക് പിടിച്ച് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെല്ലാം പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഞാൻ വെച്ചിട്ട് എനിക്ക് സക്സസ് ആണ്. ഇതെല്ലാം ഇങ്ങനെ ഓരോ മഴക്കാലം ആയപ്പോഴത്തേന് പ്ലാന്റുകൾ ഇങ്ങനെ ഞാൻ ഇത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ സമയത്ത് മിക്കവാറും എല്ലാം പിടിക്കും. മഴ നനയാൻ വെക്കരുത്. മഴയത്ത് കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും. വേര് പിടിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മഴ നനയാതെ തണുപ്പ് കിട്ടുന്ന അത്യാവശ്യം വെയിലൊക്കെ സൂര്യപ്രകാശമുള്ള സ്ഥലം നോക്കി നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോട്ട് ചെയ്യുക. പിന്നെ ഈ ചട്ടിക്കകത്തൊക്കെ വെച്ചിരിക്കുന്നത് അഡീനിയമാണ്. സീഡ് പാകിയിട്ടുണ്ട്, സീഡ് മുളച്ചതുണ്ട്. ഇത് പറിച്ചു നടാറായതാണ്. ഇതുണ്ട്, ഇതൊക്കെ സീഡ്, അഡീനിയത്തിന്റെ സീഡ് മുളച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ കാണിച്ചതെന്നു വെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പരിപാടികളും നിങ്ങളിലേക്ക് ഞാൻ മാക്സിമം എത്തിക്കാറുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അടിയനത്തിന്റെ സീഡ് പാകി മുളപ്പിച്ചു വരുന്നതാണ്. അപ്പൊ ഞാൻ ചിലർ ഓർക്ക് ഇത് ഏത് വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക്, അപ്പൊ ഞാൻ റോസ് പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യാം, ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന റോസ് പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ വാൻഡയുടെ മിനിയേച്ചർ വേർഷൻ പ്ലാന്റുകളാണ്. ഇതൊക്കെ ബഡ് വരുന്നുണ്ട്. ബഡ് വന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാന്നോർത്താണ് ഇട്ടിരിക്കുന്നത്. ഒരു സെയിൽ വീഡിയോ ഇടാം. നമ്മൾ പ്ലാന്റ് വാങ്ങി ഇതൊക്കെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ബഡ് വരാൻ തുടങ്ങി. ബഡ് വന്നതിന് ശേഷം 2-3 ഫ്ലവറും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതൊക്കെ അടീനിയത്തിന്റെ സീഡ് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ആർസി ഗാർഡനിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്. അതിനായിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.